അബിയുടെ ഷർട്ടിൽ കൈമുറുകുന്തോറും ലക്ഷ്മിയുടെ ട്രിപ്പിട്ട കയ്യിൽ നിന്ന് ചോര വന്നുകൊണ്ടിരുന്നു. ലക്ഷ്മി പ്ലീസ്, നീ ഒന്ന് അടങ്ങി നിൽക്ക്. നിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു. ഇപ്പം നീ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് വേറൊന്നും അറിയണ്ട. എൻ്റെ രാഹുൽ എവിടെ? അവന് നിങ്ങൾ എന്താ ചെയ്തേ? അവൻ ജീവനോടെ ഉണ്ടോ? സത്യമായിട്ടും എനിക്കറിയില്ല. ആക്സിഡൻറ്റ് നടന്ന അവിടെ നീയേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ എവിടെയെന്ന് നോക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയായിരുന്നില്ല എനിക്ക്. നിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ ഞാൻ റോട്ടിൽ കിടന്ന് മരിച്ചേനെ. അതായിരുന്നു നല്ലത്. എന്നെ രക്ഷിക്കാൻ നീ എൻ്റെ ആരാ? എനിക്കറിയാം നീയാണ് രാഹുലിനെ കൊല്ലാൻ നോക്കിയത്. ലക്ഷ്മി, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്. ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പോയി കിടക്ക് പ്ലീസ്. തന്നിലുള്ള പിടിപിടി വെച്ച് കിടത്താൻ അഭി ശ്രമിച്ചിട്ടും അവളെ കിടക്കാൻ തയ്യാറായില്ല. മാറാബിറാം, എനിക്ക് പോവണം. എങ്ങോട്ട് പോകണം? ഇത് ICU ആണ്. ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കാൻ പറ്റില്ല. ഡോക്ടർ എപ്പോൾ ഡിസ്ചാർജ് ഇടുന്നു. അല്ലാതെ എങ്ങും പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. പോയി കിടക്ക്. ഞാൻ പോണോ പോവണ്ടയോ എന്ന് തീരുമാനിക്കാം. നീ ആരാ? ജീവൻ രക്ഷിച്ച ആള് എന്ന അധികാരമാണോ നിങ്ങൾ കാണിക്കുന്നത്? എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. ആക്സിഡന്റ് പറ്റിയ ഒരാൾ വഴിയിൽ കിടന്ന് ആരെങ്കിലും ഹോസ്പിറ്റൽ കൊണ്ട് വന്നേനെ അല്ലേ? ചത്തോട്ടെ എന്ന് വിചാരിക്കണം. ഞാൻ ചത്താലും ജീവിച്ചാലും നിനക്കെന്താ? എനിക്ക് പോലും ജീവിക്കണമെന്നില്ല. പറഞ്ഞു തീർന്നതും അബിയുടെ കൈ ലക്ഷ്മിയുടെ കവിളിൽ പതിഞ്ഞു. പെട്ടെന്നുള്ള അടിയിൽ അവൾ ചെന്ന് ബെഡിൽ വീണു. ദേഷ്യത്തോടെ അതിലുപരി വേദനയോടെ കവിളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. നിർത്തു നിന്റെ അഹങ്കാരം. നിന്നെ ഒരുത്തിയെ മാത്രമൊന്നുമല്ല ദൈവം പെണ്ണായിട്ട് പടച്ചു വിട്ടത്. പിന്നെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചു പോയി. അല്ലാണ്ട് വേറൊരുത്തിയെ കിട്ടാതെ കൊണ്ടുമൊന്നുമല്ല പട്ടിയെ പോലെ നിന്റെ പുറകെ നടക്കുന്നത്. ഹോസ്പിറ്റൽ നിന്നെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആവുന്നവരെ നീ ഇവിടെ കാണും. അതിന് മുന്നേ എങ്ങാനും പോവാൻ നോക്കിയാ പിന്നെ നിന്റെ ജീവനും നിനക്കും നിന്റെ വീട്ടുകാർക്കും വേണ്ടായിരിക്കും. പക്ഷേ എനിക്ക് നിന്നെയും വേണം, നിന്റെ ജീവനും വേണം. അപ്പോൾ മോളെ റെസ്റ്റ് എടുക്ക്. 2 മണിക്കൂർ കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റും. അടികൊണ്ട് കവൾ പൊത്തിപ്പിടിച്ച് ലക്ഷ്മി ഇരുന്നു. ഉലക്ക് കൊണ്ട് തലക്കടിച്ചതുപോലെ ഒരു പെരുപ്പ്. ഈ കാലിൻ്റെ കയ്യെന്താ ഇരുമ്പാണോ? ടേബിളിൽ കണ്ട തൻ്റെ ഫോൺ എടുത്ത് അവൾ രാഹുലിനെ വിളിച്ചു. പക്ഷേ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. എങ്കിലും എന്തിനാണ് അബി ലക്ഷ്മിയെ തല്ലിയത്? സഞ്ജു, പറ്റിപ്പോയി. വേണമെന്ന് കരുതിയതല്ല. നിനക്കറിയില്ലേ, ഞാൻ ആമയെ പോലും തല്ലാറില്ല. അവൾ മരിച്ചാൽ എനിക്കെന്താ? നീ ആരാ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടപ്പോൾ സങ്കടവും ദേഷ്യവും കൊണ്ട് പറ്റിപ്പോയതാ. നിനക്കറിയില്ലേ ഞാൻ അനുഭവിച്ച ടെൻഷൻ? ബോധം തെളിഞ്ഞപ്പോൾ കാണാൻ ഓടിച്ചെന്ന എന്നേക്കാൾ അവൾക്ക് ആവശ്യം രാഹുലിനെ കാണാനായിരുന്നു. എല്ലാം കൂടി എൻ്റെ കൺട്രോള് പോയി. അതൊക്കെ പോട്ടെ അബി. രാഹുൽ എവിടെ? ആക്സിഡൻറ്റ് നടന്നപ്പോൾ രാഹുൽ ഉണ്ടായിരുന്നു. പിന്നെ അവൻ എങ്ങോട്ട് പോയി? വണ്ടിയുടെ അവസ്ഥ വെച്ച് നോക്കിയ ഡ്രൈവറിന് സീരിയസ് ആവേണ്ടതാണെന്ന്. പക്ഷേ അവൻ എവിടെയോ എന്തോ കളി നടന്നിട്ടുണ്ട് സഞ്ജു. ഈ ആക്സിഡൻറ്റ് പോലും ആരുടെയോ പ്ലാനാണ്. ആരെയാണ് അബി നിനക്ക് ഡൗട്ട്? ഒന്നെങ്കിൽ ഡാഡി, അല്ലെങ്കിൽ സൂര്യ, അല്ലേ അവർ രണ്ടാളും ചേർന്ന്. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് ക്രെഡിറ്റ് തന്നെ എൻ്റെ അക്കൗണ്ടിലാണ്. ഇനി രാഹുലിൻ്റെ മരണം കൂടി ആവുന്നതിന് മുന്നേ കണ്ടുപിടിക്കണം ശത്രുവിനെയും ഒപ്പം തന്നെ രാഹുലിനെയും. അബി ഫോണിൽ തുടരെ ആരെയോ വിളിക്കുന്നു കണ്ടാണ് സഞ്ജു അങ്ങോട്ട് ചെന്നത്. എന്താടാ അബി, ആരെയാണ് നീ വിളിക്കുന്നത്? കുറേ നേരമായില്ലേ ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്നു. സഞ്ജു, ഞാൻ രാഹുലിൻ്റെ നമ്പർ ട്രൈ ചെയ്യുക. വിളിച്ചപ്പോൾ വെല്ലുണ്ടായിരുന്നു, ഇപ്പോൾ സ്വിച്ച് ഓഫ്. നീ എന്തിനാ അബി അവനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ? ലക്ഷ്മി സേഫ് അല്ലേ? നമ്മൾ അത് നോക്കിയാൽ പോരെ? എൻ്റെ സഞ്ജു, നീ എന്തേ പറയുന്നത്? അവൻ എന്തു പറ്റിയെന്ന് പോലും നമുക്കറിയില്ല. നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. രാഹുൽ ആക്സിഡൻറ്റ് സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല. എങ്കിൽ പോലും ലക്ഷ്മിയെ ഹോസ്പിറ്റൽ കൊണ്ട് ചെന്നപ്പോൾ രാഹുലിനെ പറ്റി അവിടെ കൂടി നിന്നവർ പറയില്ലേ? അതിനർത്ഥം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എവിടെ പോയി? നീ എന്തിനാ അബി അത് ചിന്തിക്കുന്നത്? നീ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇനി രാഹുലിന് എന്തു പറ്റിയാലും അതവൻ്റെ വിധി. നിനക്കും ലക്ഷ്മിക്കും ഇടയിൽ ഉണ്ടായിരുന്ന തടസ്സം രാഹുലായിരുന്നു. എങ്ങനെയും ആ തടസ്സം മാറ്റണമെന്ന് നീ ചിന്തിച്ചതല്ലേ? ഇപ്പം നീയൊന്നും ചെയ്യാതെ അവൻ മാറി. ഇനി അവൻ ചത്താലും ജീവിച്ചാലും നിനക്കെന്താ? എൻ്റെ സഞ്ജു, നീ വീണ്ടും വീണ്ടും വിഡ്ഢിത്തം വിളിച്ച് പറയാതെ. രാഹുലിന് എന്തേലും പറ്റിയ അകത്ത് കിടക്കുന്നവൾ ജീവനോടെ ഇരിക്കും നീ കരുതുന്നത്? അല്ലെങ്കിൽ തന്നെ രാഹുലിനെ കൊല്ലണമെന്നൊന്നും ഞാൻ കരുതിയില്ല. അവനെ മുന്നിൽ നിർത്തി ലക്ഷ്മിയെ ഒന്ന് ഭയപ്പെടുത്തുക, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെയ്യാത്ത ആക്സിഡൻറ്റും രാഹുലിൻ്റെ മിസ്സിങ്ങും എല്ലാം എൻ്റെ തലയിലാണ്. നിനക്കെന്തോ അബി പോലീസ് കേസാവുന്ന പേടിയുണ്ടോ? രാഹുലിൻ്റെ മിസ്സിങ് എങ്ങാനും കേസായ ലക്ഷ്മി ആദ്യം നിൻ്റെ പേരെ പറയൂ. അതിനൊരു സംശയവുമില്ല.
പോലീസ്, കേസ്, കോടതി അതൊക്കെ പിന്നെയല്ലേ. രാഹുൽ മരിച്ച അല്ലെങ്കിൽ അവൻ എന്തേലും പറ്റിയ ലക്ഷ്മിയുടെ മുന്നിൽ ഞാനാണ് കുറ്റക്കാരനാവുക. ഇപ്പം എനിക്ക് തോന്നുന്നു സഞ്ജു, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. ആദ്യം തന്നെ ലക്ഷ്മീൻ്റെ സ്നേഹം നിരസിച്ചു ഞാൻ പിന്മാറണമായിരുന്നു. അന്നൊക്കെ എന്നെങ്കിലും അവൾ എന്നെ സ്നേഹിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ അടിച്ചപ്പോൾ അവൾക്കൊത്തിരി വേദനിച്ചു കാണില്ലേ സഞ്ജു? ഏയ്, വേദനയോ? ഒരിക്കലുമില്ല അബി. നിനക്കൊട്ടും ആരോഗ്യമില്ലാത്തതുകൊണ്ട് അടിച്ചപ്പോൾ വേദനിച്ച് കാണില്ല. ഒരു ചെറിയ തരിപ്പ് കാണും. പല്ല് പോയോ എന്ന് നേരിൽ കണ്ടാലേ അറിയാൻ പറ്റൂ. സഞ്ജു, ഈ സമയത്ത് ഊള കോമഡി പറയില്ലേ. മനുഷ്യനാകെ വട്ടുപിടിച്ചാണ് നിൽക്കുന്നത്. ഒരുത്തൻ ചത്തോ അതോ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. വേറൊരുത്തിയാണേലേ അവനെ കണ്ടില്ലേൽ ഐസുവിൽ നിന്ന് നേരെ മോർച്ചറിലേക്ക് പോകുന്ന മട്ടാണ്. അവൾക്ക് ആ അടി ആവശ്യമായിരുന്നു. എങ്കിലും പാവം. അത് വിടബി, നിനക്ക് കിട്ടിയത് നീ തിരിച്ചു കൊടുത്തു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി മുന്നോട്ടത് ചിന്തിക്ക്. രാഹുലിനെ കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെ, ഇവിടെ തുടങ്ങും? സഞ്ജു, രാഹുൽ എന്തോ അപകടത്തിലാണ്, അതുറപ്പ്. അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ടും ലക്ഷ്മിയെ തിരക്കി വരില്ലേ? അല്ലെങ്കിൽ ഫോണെങ്കിലും വിളിക്കും. നീ ഇപ്പോൾ അവൻ്റെ വീട്ടിലും ആക്സിഡൻറ്റ് നടന്ന അവിടെയും ഓട്ടോ സ്റ്റാൻഡിലുമൊക്കെ ഒന്ന് തിരക്ക്. മിസ്സിംഗ് ആണെന്ന് ആരോടും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ അത് പാരയാവും. ലക്ഷ്മിയെ ഒറ്റക്കാക്കി നമ്മൾ രണ്ടാളും ഇവിടുന്ന് പോണത് സേഫ് അല്ല. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം വന്നേനെ. ഞാൻ രാഹുലിൻ്റെ നമ്പർ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. അവനെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എങ്കിൽ നീ പോയിട്ട് വാ, ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ. ലക്ഷ്മി ഫോണിൽ തുടരെ വിളിച്ചിട്ടും രാഹുൽ ഫോൺ എടുത്തില്ല. അവൻ എന്തു പറ്റിക്കാണും? അഭിറാം പുറത്തുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോവാനും പറ്റില്ല. അടിച്ചടിയുടെ വേദന ഇപ്പോഴും കവിളിലുണ്ട്. കവിൾ തടവി രാഹുലിനെ പറ്റി ചിന്തിച്ച് ലക്ഷ്മി കിടന്നു. രാഹുലിനെ ഒത്തിരി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് കൊണ്ട് നിത്യയായി വിളിച്ചു നോക്കാൻ ലക്ഷ്മി തീരുമാനിച്ചു. ഇനി അവൻ തന്നെ തിരക്കി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലോ? തനിക്കെന്തു പറ്റിയെന്നറിയാതെ പാവം രാഹുൽ പേടിക്കും. ഏതോ വണ്ടി ഓട്ടോയിൽ വന്നിടിച്ച് തെറിച്ചു വീണ ബോധം പോയതാ ഓർമ്മയുള്ളൂ. പിന്നീടൊക്കെ ആരുടെയോ വിളി കേട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തന്നെ നോക്കുന്ന അഭിറാമിനെയാണ്. പക്ഷേ രാഹുൽ, അവൻ എന്തു പറ്റി? ആരോടൊന്ന് ചോദിക്കും? അവൾ ഫോണെടുത്ത് നിത്യയെ വിളിച്ചു. 2 റിങ്ങിൽ തന്നെ അവൾ കോൾ എടുത്തു. ചേച്ചി, ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ, തലക്കൊരു മുറിവ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വാർഡിലാണ്. അമ്മ സമ്മതിക്കില്ല ചേച്ചി. ഇല്ല, ഞാൻ വന്നേനെ. വേണ്ട മോളെ, നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ആവും. പിന്നെ അങ്ങോട്ടല്ലേ വരുന്നേ? മോളെ, രാഹുൽ അവിടെ ചേച്ചിയെ തിരക്കി വന്നു. ഇല്ലല്ലോ ചേച്ചി, വരാൻ താമസിക്കുന്നത് കണ്ട് നിങ്ങൾ രണ്ടാളും നാട് വിട്ടെന്ന് പറഞ്ഞ് അമ്മ ഇവിടെ അച്ഛനോട് വഴക്കായിരുന്നു. അപ്പോഴാണ് ചേച്ചി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഫോണ് വന്നത്. ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു വിളിച്ചത്. പാവം, അമ്മയുടെ വായിൽ നിന്ന് നല്ലപോലെ കേട്ടു. ആരായിരുന്നു ചേച്ചി അത്? ഹോസ്പിറ്റൽ കൊണ്ടുവന്ന ആരെങ്കിലും ആവും. എങ്കിലും ഒന്ന് സോറി പറഞ്ഞേക്ക്. അമ്മയുടെ വായിൽ നിന്ന് നല്ലപോലെ ചീത്ത കേട്ടിട്ടുണ്ട്. ശരി മോളെ, രാഹുലെങ്ങാനും ചേച്ചി അന്വേഷിച്ച് വന്ന വിളിക്കാൻ പറ. ലക്ഷ്മി ഫോൺ കട്ടാക്കിയ ടേബിളിൽ വെച്ചതും അഭിയും സഞ്ജുവും അങ്ങോട്ട് വന്നു. അഭിറാം, സോറി. എന്തിന്? ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറയാൻ വിളിച്ചപ്പോൾ ചെറിയമ്മ മോശമായി എന്തൊക്കെയോ പറഞ്ഞില്ലേ? അതിന് സോറി. പുള്ളിക്കാർ പ്രത്യേക ഒരു ടൈപ്പാണ്. സഹോദരി തൻ്റെ ചെറിയമ്മയുടെ വായിൽ നിന്ന് അത്ര മനോഹരമായി തെറി കേൾക്കാൻ ഭാഗ്യമുണ്ടായതേ അവനായിരുന്നില്ല, എനിക്കായിരുന്നു. കാര്യം പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെച്ചത് കൊണ്ട് എൻ്റെ ചെവി അടിച്ചു പോയില്ല. വല്ലാത്തൊരു ഐറ്റം തന്നെ. എങ്ങനെ സഹിക്കുന്നു? സോറി. പേര്? സഞ്ജീവ്. ഇഷ്ടമുണ്ടെങ്കിൽ സഞ്ജു എന്ന് വിളിക്കാം. ചെറിയമ്മ വിളിച്ച പോലെ തെറി മാത്രം വിളിക്കരുതെന്നേ ഉള്ളൂ. സോറി സഞ്ജീവ്, ചെറിയമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. സോറി. പെട്ടെന്ന് ഫോൺ വന്നതും ഫോണുമായി സഞ്ജു വിളയിലിറങ്ങി. അപ്പോഴാണ് ലക്ഷ്മി അഭിയെ ശ്രദ്ധിച്ചത്. ഇട്ടിരിക്കുന്ന ഷർട്ട് മുഴുവൻ ചോരയും അഴുക്കും. ഇത്രനാളും കണ്ടിരുന്നൊരു ഭാവമായിരുന്നില്ല ആ മുഖത്ത്. അഭിറാം, എന്താ, എന്തേലും ആവശ്യമുണ്ടോ? അതല്ല അഭിറാം, വേണേൽ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിക്കോ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പോയിട്ട് വേണോ നിനക്ക് രാഹുലിനെ തിരക്കിറങ്ങാൻ? ഒന്നിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെയാ, ഇനി നിന്നെയും കൂടി തിരക്കി നടക്കാൻ എനിക്ക് വയ്യ. നാളെ എന്തായാലും ഡിസ്ചാർജ് ആവും. വീട്ടിൽ പോയിട്ട് നീ എന്ത് വേണേലും ആയിക്കോ. അതിന് അവനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാണ്. നിനക്ക് കുറച്ചു മുന്നേ കിട്ടിയ അടി പോരുന്നുണ്ടോ? ഇല്ലാത്ത ഓരോന്നും ഉണ്ടാക്കി പറഞ്ഞ് വീണ്ടും വാങ്ങല്ലേ. നേരത്തെ നിൻ്റെ അടി കൊണ്ടെന്ന് വെച്ച് നിനക്ക് തോന്നുമ്പോൾ എന്നെ തല്ലാൻ നീ ആരാ? എൻ്റെ കെട്ടിയവനോ? കെട്ടിയവനല്ലടി, കെട്ടാൻ പോണവൻ. എന്താ നിനക്ക് സംശയമുണ്ടോ? ലക്ഷ്മി എന്തോ പറയാനായി വാ തുറന്നതും സഞ്ജു അങ്ങോട്ടേക്ക് വന്നു.
എൻ്റെ അബി, ഇതെന്ത് ചന്തയാണോ? ഇതൊരു ഹോസ്പിറ്റലാണ്. രണ്ടും കൊള്ളാം. നീ അങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താടാ സഞ്ജു? അബി, ഇപ്പോൾ സൈബർ സെല്ലിലാണ് വിളിച്ചത്. രാഹുലിന് നമ്പർ ട്രേസ് ചെയ്തിരുന്നു. എവിടെയുണ്ട്? വീട്ടിൽ വല്ലതുമാണോ? പിന്നെ വീട്ടിലിപ്പോൾ അവിടെ മുഴുവൻ തിരക്കൊരു പരുവമായിയാണ്. ഞാൻ തിരക്കി വന്നതും അവിടെങ്ങുമല്ല. ഇത് ബീച്ച് റോഡാണ് കാണിക്കുന്നത് എന്നാ പറഞ്ഞേ. ബീച്ച് റോഡ്? അങ്ങനെയെങ്കിൽ 2 ചാൻസ് ഉണ്ട് സഞ്ജു. എന്താടാ ബി? ബീച്ചിൻ്റെ കുറച്ച് മാറിയൊരു ഹോസ്പിറ്റലുണ്ട്. ചിലപ്പോൾ രാഹുൽ അവിടെയാവും. അതുമല്ലെങ്കിൽ സൂര്യയുടെയൊക്കെ ബീച്ച് റിസോർട്ട് അവിടെയാണ്. രാഹുൽ അവരുടെ കയ്യിലാണെങ്കിൽ അത് അപകടമാണ്. ഇപ്പം അവൻ എന്ത് പറ്റിയെങ്കിലും അത് എൻ്റെ തലയിലാവും. നീ ഇവിടെ ഉണ്ടാവണം സഞ്ജു, ലക്ഷ്മിയുടെ അടുത്ത്. ഞാൻ പോയി അവിടെയൊക്കെ തിരക്കിയിട്ട് വരാം. അബി, നീ ഒറ്റയ്ക്ക്? നീ എന്തിനാ പേടിക്കുന്നത്? എനിക്കിടുന്നൊരു കുടുക്ക്. അത്രയേ ഉള്ളൂ രാഹുൽ. ചിലപ്പോൾ അവൻ ഹോസ്പിറ്റലാവും, അല്ലെങ്കിൽ ഞാൻ ചെല്ലാൻ ലേറ്റാവുന്ന ഓരോ നിമിഷവും അവൻ്റെ ജീവൻ ആപത്താണ്. അപ്പോൾ പോയിട്ട് വരാം. അബി പോകുന്നത് നോക്കി പേടിയോടെ സഞ്ജു നിന്നു. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയതും അബിയുടെ ഫോൺ ബെല്ലടിച്ചു. സഞ്ജു ആയിരുന്നു രാഹുലിനെ തിരക്കിറങ്ങിക്കഴിഞ്ഞു. ഒരു 100 തവണ വിളിച്ചു കാണും. ഹാ സഞ്ജു, പറ. നീ ഹോസ്പിറ്റൽ നോക്കിയോ? രാഹുൽ അവിടെയുണ്ടോ? ഇല്ല സഞ്ജു, ഒരു ആക്സിഡൻറ്റ് കേസ് പോലും ഇവിടെ വന്നിട്ടില്ല. എല്ലായിടത്തും ഞാൻ നോക്കി. നമ്മുടെ കണക്ക് കൂട്ടൽ പോലെ തന്നെ രാഹുൽ സൂര്യയുടെ കസ്റ്റഡിയിലാണ്. അപ്പം എന്ത് ചെയ്യും? എന്താ നിൻ്റെ പ്ലാന്? പ്രത്യേകിച്ച് ഒന്നുമില്ല സഞ്ജു. ഇപ്പോൾ റിസോർട്ടിലുണ്ടെങ്കിൽ അവളെ ഒന്ന് കയറി കാണും. അല്ലേ അവൾ എവിടെയുണ്ടോ അങ്ങോട്ട് പോയി കാണും. എങ്ങനെയെങ്കിലും രാഹുലിന് ജീവനോടെ വേണം. പക്ഷേ അബി, ഇനി ഇതിന് പുറകിൽ അവരാണെങ്കിൽ തന്നെ അവർ സമ്മതിക്കുമെന്ന് നിൻ്റെ വിചാരം? നീ ഇത്ര മണ്ടനാണോ? എനിക്കറിയാം സഞ്ജു, അവർ ആവും ഇതിന് പുറകിൽ. പിന്നെ അവരെ കാണുന്നതിന് വേറെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. എനിക്കറിയണം എൻ്റെ ലച്ചുവിനെ കൊല്ലാൻ നോക്കിയതിന് പുറകിൽ ഡാഡി ഉണ്ടോ എന്ന്. പക്ഷെ എനിക്കെന്തോ പേടി തോന്നുന്നു അബി. നീ ഒറ്റയ്ക്ക് അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട സഞ്ജു, നീ അവിടെ അവൾക്കൊപ്പം വേണം. ഈ ആക്സിഡൻ്റ് ആകെ പാളിയതുകൊണ്ട് ലച്ചുവിൻ്റെ ജീവൻ കൂടുതൽ ആപത്താണ്. ഇങ്ങനെ ഒരാവശ്യമായി പോയല്ലേ ഞാൻ അവൾക്കരികിൽ നിന്ന് മാറില്ലായിരുന്നു. അതിന് പേടിക്കണ്ട, ലക്ഷ്മിക്കൊപ്പം ഞാനിവിടെ കാണും. എങ്കിലൊക്കെ ബാക്കി നേരിൽ പറയാം. ഞാൻ വെക്കുന്നു സഞ്ജു. ഫോൺ വെച്ച് അബി നേരെ റിസോർട്ടിലെ എൻക്വയറിയിലേക്ക് നടന്നു. അവിടെ വരുന്നവരെ കാത്തുന്ന സുന്ദരിയായ യുവതി അബിയെ കണ്ടതും വല്ലാത്തൊരു ഭാവത്തിൽ അവനെ നോക്കി. എനിക്ക് സൂര്യ രാമചന്ദ്രനെ ഒന്ന് കാണണം. ഇവിടെ ഉണ്ടോ? മേഡമുണ്ട്, പക്ഷേ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. വിസിറ്റേഴ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. ആരാണെന്ന് പറഞ്ഞ് ഞാൻ പറയാം. വേണ്ട, നേരിൽ കാണേണ്ട കാര്യമാണ്. ഞാൻ പോയി നേരിൽ കണ്ടോളാം. എവിടെ റൂം? അത് പറ്റില്ല സർ. വിളിച്ചു പറയാതെ അങ്ങോട്ട് ചെന്നാൽ അത് മതി, എൻ്റെ ജോലി തെറിക്കും. പേടിക്കണ്ട, ഞാനും സൂര്യയും നല്ല ക്ലോസ് ആണ്. റൂം ഏതാന്ന് പറഞ്ഞാൽ മതി. മുകളിൽ VIP റൂമിൽ റൂം നമ്പർ 141. VIP റൂം? അപ്പം കൂടെ ആരോ ഒരു VIP ഉണ്ടല്ലോ. അപ്പം താങ്ക്സ്, ഞാൻ പോയി കാണട്ടെ. സർ, ഇവിടെ ഒത്തിരി ഗസ്റ്റ് വരുന്നതാണ്. ഇതുപോലെ ഡ്രസ്സിട്ട് അത് ഞങ്ങളുടെ ഇമേജിനെ ബാധിക്കും. എൻ്റെ ഡ്രസ്സിനെന്താ കുഴപ്പം? ഇവിടെ വരുന്ന ആണുങ്ങൾ ജീൻസും ഷർട്ടും അല്ലാതെ സാരി ഉടുത്തിട്ടാണോ വരുന്നേ? അതല്ല, ഡ്രസ്സിൽ മുഴുവൻ ചോരയും അഴുക്കും. ഇതുപോലെ ഡ്രസ്സ് പോയിട്ട് VIP സൂട്ടിൽ അത്. ഞാനിവിടെ സുഖവാസത്തിന് വന്നതല്ല. വെറും 5 അല്ലെങ്കിൽ 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഇൻഫർമേഷൻ തന്നതിന് താങ്ക്സ്. സർ, വിസിറ്റേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കണം. നെയിമൊന്ന് പറഞ്ഞാൽ? അഭിറാം വർമ്മ. സർ, വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD അഭിറാം വർമ്മ. അതെ, ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ, ഞാൻ പോട്ടെ. തുടരെയുള്ള മുട്ട് കേട്ട് ഡോർ ഓപ്പൺ ചെയ്ത് സൂര്യ അബിയെ കണ്ട് ആദ്യമൊന്ന് പകച്ചു. അവനെ അടിമുടി നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു പോയി. എന്താടി ഇത്ര ചിരിക്കാൻ? തികട്ടി വന്ന ദേഷ്യം കടിച്ചു പിടിച്ച് അബി ചോദിച്ചു. ഞാൻ നിന്റെ കോലം കണ്ട് ചിരിച്ചതാ. മീഡിയ പാടി നടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കിരീടം വെക്കാത്ത യുവ ബിസിനസ്മാന് അതിലുപരി നിർത്തിക്കൊണ്ട് പുകഴ്ത്തല്ല കേട്ടോ. നിന്നെ പോലൊരു മുതലിനെ ആരാ ആഗ്രഹിക്കാത്തേ? അത്ര ജെന്റിൽമാൻ ലുക്ക്. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ കോലം കണ്ട പെറ്റമ്മ പോലും സഹിക്കില്ലടാ. ഒറ്റ നോട്ടത്തിൽ സെൽവിട്ടിറങ്ങിയ ഭ്രാന്തനാണെന്നേ പറയൂ. ഡി എന്ന് ദേഷ്യത്തിൽ വിളിച്ച് മുന്നോട്ട് വന്ന അബിയെ രാമചന്ദ്രൻ തടഞ്ഞു. അത് വിട അഭിറാം, അവളൊരു തമാശ പറഞ്ഞതല്ലേ. അബി കയറിയിരിക്ക്. അബിക്കെന്താ കുടിക്കാൻ വേണ്ടത്? ചായ ഒരു ടീ? അതുമല്ലെങ്കിൽ നമുക്കൊരു ചിയേഴ്സ് പറഞ്ഞാലോ? എൻ്റെ പൊന്നു ഡാഡി, എന്തറിഞ്ഞ ഈ പറയുന്നത്? സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും അബിക്കില്ലെന്നേ. പിന്നെ ആകെയുള്ളൊരു വീക്ക്നെസ് ലക്ഷ്മിയാണ്. അവൾക്കാണേ ഇവനെ ഇഷ്ടവും അല്ല.
സൂര്യ, ഞാൻ വന്നത് ആ ആക്സിഡൻറ്റ് നിങ്ങളുടെ പ്ലാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ വേണ്ടത് നിന്നെയോ നിൻ്റെ ഡാഡിയോ അല്ല, അവനെയാണ്. നിങ്ങളുടെ പുതിയ ക്രൈം പാർട്ട്ണറിനെ, രാഹുൽ. ഇറക്കി വിടവനെ. അഭിറാം പിടിച്ചു വയ്ക്കാം. രാഹുൽ ഞങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. എന്തായാലും നീ കാണാൻ വന്നതല്ലേ, കാണാൻ പോകുന്നത് മോശമല്ലേ? രാഹുൽ ഇങ്ങ് വാ എന്ന് സൂര്യ അകത്തെ റൂമിലേക്ക് നോക്കി വിളിച്ചതും ഒരു ചിരിയോടെ അവൻ ഇറങ്ങി വന്നു. ഒരു കൂസലും സങ്കടവും കുറ്റബോധവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന് രാഹുലിനെ കണ്ട് ദേഷ്യത്തിൽ അഭിറാം അവൻ്റെ പല്ല് കടിച്ചു.